ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ടും കേരള പോലീസിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ കാലത്തും പോലീസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പോലീസാവാൻ കാരണം എന്ന് വിചാരിക്കുന്നത്, 3.5 കോടി ജനങ്ങൾക്ക് ആകെയുള്ളത് ഇവിടെ 50,000 പോലീസാണ്. 3.5 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ആകെയുള്ളത് കേരളത്തിൽ 50 പോലീസാണ്. 1000 പഞ്ചായത്തിന് മേലെയുണ്ട് കേരളത്തിൽ. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അവിടെ 2 പഞ്ചായത്തിന് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും ഇല്ല എന്നുള്ളത്. 500 അടുത്ത് പോലീസ് സ്റ്റേഷൻ മാത്രമാണ് കേരളത്തിലുള്ളൂ. എല്ലാ പോലീസ് സ്റ്റേഷനും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ സമൂഹത്തെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളത് ആദ്യം നമ്മളും സർക്കാരും എല്ലാവരും മനസ്സിലാക്കണം. എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കേസിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? നിങ്ങളെന്തിനും കളിക്കാൻ നീ വലിയ കളി കളിക്കണ്ട കേട്ടോ, നിന്നെ എടുത്ത് അകത്തിട്ട് കളയും എന്ന് പറയും. അതല്ലേ പറയുക? അതാണ് ഈ സിസ്റ്റം. അങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ 3.5 കോടി ജനങ്ങളെ 50,000 പോലീസ് വെച്ചാൽ എന്താക്കാനാ? ഒന്നും ആക്കാനില്ല. അതിനകത്ത് അടിയുണ്ടാവും, കൊണ്ട് ഇടിക്കുന്നുണ്ടാവും, കുറച്ച് പിടിച്ചുണ്ടാവും. പക്ഷേ ഇതെന്താണ്? ഇതിന് പ്രോപ്പറായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനൊരു സംവിധാനം കേരളത്തിലുണ്ടോ എന്നുള്ളത് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. ഈ പ്രതിപക്ഷം അടി ഉണ്ടാക്കുന്ന പ്രതിപക്ഷത്തിന് വല്ല ബോധമുണ്ടെങ്കിൽ അവരോട് ആദ്യം പറഞ്ഞാൽ ഈ അടിച്ച പയ്യൻ്റെ പേരിൽ അടിച്ച പോലീസുകാരനെ ക്രിമിനൽ കേസിൽപ്പെടുത്തി അകത്തിടണമെന്നല്ല പറയണ്ടേ. ക്രിമിനൽ കേസ് എടുക്കണമെന്നൊരു വാക്ക് പറഞ്ഞോ ഈ സമയം വരെ? ക്രിമിനൽ കേസിൽപ്പെടുത്തി എടുത്ത് ജയിലിൽ അടയ്ക്കണം എന്നല്ല പറയേണ്ടത്. പിരിച്ചു വിട്ടാൻ എന്താ കാര്യം? പിടിച്ചു വിട്ടാൽ നാളെ രാവിലെ ഈ പറയുന്ന ട്രൈബ്യൂണലിൽ പോകും. ഏത് ട്രൈബ്യൂണൽ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകും. ചെല്ലുന്ന പാടെ സ്റ്റേ തീർന്നു. പിറ്റേ ദിവസം അവർ എവിടെ നിന്നാണോ പിരിച്ചു വിട്ടത് അവിടെ തന്നെ വന്നിരിക്കും. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? നെക്സ്റ്റ് ഡേ ട്രൈബ്യൂണലിൽ പോവാണ്. ട്രൈബ്യൂണലിൽ ആരായിരിക്കുന്നത്? ട്രൈബ്യൂണൽ ഇതേ സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ റിട്ടയർഡായിട്ട് നേരെ അവിടെ പോയി ട്രൈബ്യൂണലിൽ ഇരിക്കുക. കാരണം അവർക്ക് ആ ഉദ്യോഗസ്ഥനായിട്ട് അനുഭവിക്കുന്ന വിഷമങ്ങൾ മുഴുവൻ അറിഞ്ഞ് അവസാനം അവിടുന്ന് റിട്ടയർഡ് ആകുന്ന ആളെ പിടിച്ചിട്ടാണ് ഈ ട്രൈബ്യൂണലിൻ്റെ തലപ്പത്തിരുത്തുന്നത്. അപ്പോൾ ട്രൈബ്യൂണലിൽ ചെല്ലുന്നത് ഈ പെറ്റീഷൻ അങ്ങോട്ട് ചെന്നാൽ മതി. ഇപ്പം നിങ്ങൾ ഇയാളെ സസ്പെൻഡ് ചെയ്തെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തെന്ന് വെച്ചോ. ട്രൈബ്യൂണലിൽ ചെല്ലുന്നത് പാടെ സ്റ്റേ ആണ്. എവിടെയാണോ സർക്കാർ കൊണ്ടിരുത്തിയത് അവിടെ വന്നിരുന്നിട്ട് സർക്കാരിനെ വെല്ലുവിളിക്കും. നീയൊക്കെ പിരിച്ചുവിട്ടിട്ട് എന്തായി? ഞാനിവിടെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറയും. ഇതാണ് കേരളത്തിൻ്റെ സിസ്റ്റം. ഇത് മനസ്സിലാക്കാതെ, ഇതിനൊരു സിസ്റ്റം പ്രോപ്പറായിട്ട് ഉണ്ടാക്കാതെ പ്രതിപക്ഷം പറയും. ഇപ്പം ഞാൻ ഉദാഹരണം പറയട്ടെ. ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ ഭാഗത്ത് ഈ തല്ലിയത് കൊണ്ട് മാത്രം ഈ പറയുന്ന സുജിത്ത് കഷ്ടപ്പെട്ടത്, സുജിത്തും മറ്റേ വർഗീസേട്ടനോട് കഷ്ടപ്പെട്ട് പിന്നെ വീഡിയോ ദൃശ്യം എടുത്ത് പുറത്ത് കൊണ്ടുവന്നിരുന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ ഇവിടെ കേരളത്തിൽ ഒരടി ഉണ്ടായിട്ടില്ല. കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ അല്ല, അതേ പറയാം. അന്ന് കുടിച്ചു നിർത്തി ഇടിച്ചിട്ടില്ല. ഈ 2 വർഷമായിട്ട് കുടിച്ചു നിർത്തി ഇടിച്ചവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ സംഭവം? ഇപ്പം യാദൃശ്യമായി ഇവരൊരു സാധനം കിട്ടി എന്നുള്ളത് മാത്രമേ ഇത് കേരളത്തിൽ മുഴുവൻ ഉള്ളതാണ്. കഴിഞ്ഞ 25 വർഷമായിട്ടുള്ളതാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സ്ഥലത്ത് ഒരു ഇടി നടന്നിട്ടില്ല, ഒരു ലാത്തി ചാർജ് നടന്നിട്ടില്ല, ഒരു പോലീസുകാർ പിടിച്ചിട്ടില്ല. ഭയങ്കര ഡീസൻ്റായിട്ട് ചീത്ത പറയാതെ തെറി പറ മാനെ കുട്ട ചക്കര എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോലീസുകാർ നിന്നിട്ടുള്ളത്. അങ്ങനെയൊന്നല്ലാന്നേ. എല്ലാ കാലത്തും പോലീസുകാർ ഇങ്ങനെ തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ 3.5 കോടി ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ പോലീസിൻ്റെ ഏക മാർഗം എന്ന് പറയുന്നത് ഈ ഭീഷണിയും ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് ഗുണ്ടായിസം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അവിടുത്തെ ഒരു മിനി ഗുണ്ടയായിട്ട് കണ്ടാൽ മതി. കാരണം അദ്ദേഹം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് നിങ്ങളെ കൊടുക്കുമെന്നും നിങ്ങളെ കേസിപ്പെടുത്തുമെന്നും നിന്റെ ലൈഫ് പൂട്ടിക്കളയെന്ന് പറഞ്ഞ ശൈലിയാണ്. ഞാൻ പറഞ്ഞോട്ടെ ഇതെന്താണ്? ഇതൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. ഈ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷം എന്ത് നടപടി സ്വീകരിച്ചു? കാരണം ഇവരെല്ലാം അധികാരത്തിലിരുന്ന് 10-44 വർഷം അധികാരത്തിലിരുന്നവരാണല്ലോ പ്രതിപക്ഷ പാർട്ടികൾ. ഈ പോലീസ് ഇന്നലെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു 5 വർഷത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു സേനയല്ലല്ലോ കേരള പോലീസ്, ആണോ? അല്ല. അദ്ദേഹം ഒരു 28-ാമത്തെ വയസ്സിലോ 26-ാമത്തെ വയസ്സിലോ ഒരു കോൺസ്റ്റബിളായി കയറുന്ന ആൾ പിന്നെ അത് ഏകദേശം ADGP വരെ ആയി പോയിട്ടാണ് ഈ താഴത്തേക്ക് ഇറങ്ങുന്നത്. അവർ 20-25 വർഷമായിട്ട് ഈ സേനയിലിരിക്കുന്നവർ ഞാൻ വിചാരിക്കുന്നില്ല ജിമ്മി സാറേ, ഒരു 5 വർഷം മുന്നേ ഉണ്ടായിരുന്ന പോലീസുകാരൻ ഭയങ്കര ഡീസൻ്റായി ഇപ്പം മാറുമെന്നുള്ളത്. എന്താണോ അന്നേരത്തെ അദ്ദേഹത്തിൻ്റെ ശൈലി. നിങ്ങൾ ഇപ്പോൾ ഒരു DYSPൻ്റെ കാര്യം പറയുന്നത് മധുബാബു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പോയി തപ്പിക്കോളൂ. കോൺഗ്രസിൻ്റെ കാലത്ത് ഇത് തന്നെയായിരിക്കും ശൈലി. അതിന് മുമ്പുണ്ടായ സർക്കാരിൻ്റെ കാലത്ത് ഇതിൻ്റെ ശൈലി. ഞാൻ അതിനകത്തൊരു മാറ്റം കണ്ടത് എവിടെയാണെന്നറിയോ? ഒരേ ഒരു മാറ്റം കണ്ടിട്ടുള്ളൂ. അതെന്താണ്? ജനമൈത്രി പോലീസാക്കാൻ വേണ്ടി കോടിയേരി ബാലകൃഷ്ണൻ ഒരു ശ്രമം നടത്തി. എന്താണ് ജനമൈത്രി പോലീസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ജനങ്ങളുമായിട്ട് അടുത്തിടപെടുക. പഞ്ചായത്തുകളിലും വാർഡുകളിലും എന്താണ് ഈ നഗരസഭ എന്താണ് പറയുക, അവിടെ ഈ ലോക്കൽ ബോഡികളിലെ ഒരാളെ പോലീസിൻ്റെ ഒരാളായി നിർത്തുക. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുവരിക, സംസാരിക്കുക, അവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങനെ അവതരിക്കുക. ജനങ്ങളുമായിട്ടൊരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ജനമൈത്രി പോലീസ്. അതുകൊണ്ടാണല്ലോ ജനമൈത്രി പോലീസുള്ള കേരളത്തിൽ മുഴുവൻ വെച്ചത്. ജനങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾ ചീത്ത പറയില്ല. ഞാൻ കണ്ടതാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത അന്നത്തെ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്ത്, നിങ്ങൾ തെറി പറയരുതെന്നും ചീത്ത പറയരുതെന്നും നിങ്ങൾ സാറേ എന്ന് വിളിക്കണമെന്ന് നിർബന്ധമില്ല എന്നും ഒരു ഓർഡർ ഇറക്കിയതാണ് അന്ന് കാലത്ത്. അപ്പോൾ
അങ്ങനെ ഇറക്കി ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അതിന് മുൻപുള്ള സർക്കാരും അതിന് ശേഷമുള്ള സർക്കാരും അതിന് ശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരുണ്ടല്ലോ, ആ സാധനമൊക്കെ എടുത്ത് ചൂരക്കട്ടെ കളഞ്ഞു. അങ്ങനെ ഒരു ജനമൈത്രി ശേഷമൊന്നും അതിനുമില്ല. ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും ജനമൈത്രി പോലീസായിട്ടൊന്നും കേരളത്തിലെ പോലീസ് മാറുന്നില്ല. അവരെ കൊണ്ട് അങ്ങനെ മാറാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്ത് വേണം? ഒരാൾക്കെതിരെ ഒരു പ്രോപ്പർ, ബാക്കി എല്ലാ സിസ്റ്റത്തിലും ഉണ്ടല്ലോ, ബാക്കി എല്ലാ സിസ്റ്റത്തിലും നിങ്ങൾക്ക് പ്രോപ്പർ ഒരു സംവിധാനം. ബാക്കി എല്ലാ സിസ്റ്റത്തിനും പ്രത്യേകത എന്താ? നിങ്ങൾക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ നിങ്ങളെ ഉപദ്രവിച്ചു, നിങ്ങൾക്കൊണ്ട് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. നിങ്ങളൊരു ജനപ്രതിനിധി ഉപയോഗിച്ചു, നിങ്ങൾക്ക് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാം. നിങ്ങളൊരു കൂട്ടുകാരനെ ഉപയോഗിച്ചു, നിങ്ങൾക്ക് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാം. പോലീസുകാരനെ ഉപദ്രവിച്ചാൽ എവിടെയാണ് കൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്ത്? പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിലോ? പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം അതൊരു പ്രോപ്പർ സംവിധാനമേ അല്ല, അത് അന്വേഷിക്കാനായിട്ട് പറ്റിയ ഒരാളല്ല. അദ്ദേഹം ഒരു റിട്ടയർഡ് ജഡ്ജിനെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നു മാത്രം. അതെന്തിനാണ്? ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കംപ്ലയിൻറ്റിൻ്റെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞു. കംപ്ലയിൻ്റ് എണ്ണം കുറേ കാരണം എന്താ അറിയോ? അതിൻ്റെ അകത്ത് പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ് ആരും അതിനകത്തുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാതെ. അല്ല, ഞാൻ പറഞ്ഞു അന്വേഷണം, അതെ, ഒരു പരാതി കിട്ടിയാൽ അത് പോയി അന്വേഷിക്കാൻ പറ്റും ഉദ്യോഗസ്ഥൻ പോലും അതിനകത്തില്ല. പിന്നെ ആരാണ് അന്വേഷിക്കുന്നത്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ SI പരാതി കൊടുത്താൽ SIക്കെതിരെ പരാതി നീ DYSP കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ SI CI DYSP SP DIG IG ADGP DGP ഇതാണല്ലോ ഈ സ്ട്രക്ചർ. നിങ്ങൾ ഇതിനും കംപ്ലൈൻറ്റ് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോണ്ടല്ലോ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ വരുമായിരിക്കും. ചിലപ്പോൾ ഇപ്പം നിങ്ങളൊരു SIക്കെതിരെ വാർത്ത കൊടുത്തു, ഒരു മാധ്യമ വാർത്ത, അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടും. അല്ലാതെ ഞാൻ വിചാരിക്കുന്നില്ല ഒരു SP ആർക്കാ റിപ്പോർട്ട് കൊടുക്കുക? അത് DIGക്ക് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ IGക്ക് കൊടുക്കും, അല്ലെങ്കിൽ ADGPക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGPൻ്റെ കയ്യിലും കൂടെ അവിടെ നിൽക്കും. അത് ആ ഉദ്യോഗസ്ഥർ ഈ CAനെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു. കാരണം അദ്ദേഹവും ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. ഏത് പോലീസുകാരുടെ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് DIG. അദ്ദേഹം ഒരു നടപടി സ്വീകരിക്കും. അതൊരു സിസ്റ്റത്തിൻ്റെയാണ്. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ ഉത്തരവ് എന്തായിരുന്നു? ഈ പറയുന്ന വിഷ്വൽസ് ഒന്നും പുറത്ത് പോകാതെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ, അല്ലാതെ പുറത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടല്ലല്ലോ. കാരണം അത് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെ നടപടി സ്വീകരിക്കേണ്ടതും നടപടി സ്വീകരിച്ചു എന്ന് വരുത്തേണ്ടതും. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഒരു സുപ്രഭാതി. അതുകൊണ്ടാണ് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയും വിചാരിച്ചത് ഒരു നല്ല പോലീസ് ആവുന്നത് എന്താണെന്ന് അറിയോ? അദ്ദേഹം മലയാളി ആയതുകൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നും ഈ പോലീസ് സ്റ്റേഷൻ നല്ലതായത് ഒരു മലയാളിക്കാരൻ പോലീസ് ആയതുകൊണ്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു കൾച്ചറുണ്ട്. നമ്മൾ അധികം ആൾക്കാരെ ഓട്ടിക്കിടന്ന് അടി ഉണ്ടാക്കാറില്ല, നമ്മൾ ആൾക്കാരെ ചീത്ത പറയാറില്ല. ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായ ആൾക്കാരും പോലീസിൽ വന്നതുകൊണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടായതാണ്. ഇതുപോലെ മറ്റുള്ള സ്റ്റേറ്റിൽ അത് ഉണ്ടാവില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് 50,000 ആളെ വെച്ചിട്ട് നിങ്ങൾ ഈ 3.5 കോടി ജനങ്ങളെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ പിന്നെ എന്താണ്? ക്രിമിനലുകളായ പോലീസുകളെ തിരിച്ചറിഞ്ഞാൽ പറഞ്ഞു വിട്ടേക്കുക. അത് സർക്കാർ പ്രതിപക്ഷം പറഞ്ഞത് ശരിയാണ്. നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ റെഗുലറായിട്ട് ക്രിമിനൽ കുറ്റം ചെയ്യുന്നത് കണ്ടോ? അത് കണ്ടാൽ അതിനെതിരെ നടപടി സ്വീകരിച്ചാൽ അങ്ങനെ ഒരു ട്രെൻഡ് സൃഷ്ടിക്കും മാർക്കറ്റിൽ. ഇങ്ങനെ ഇയാൾക്കെതിരെ നടപടി. CM പറഞ്ഞ പണി കിട്ടിയിട്ടോ, അതല്ലെങ്കിൽ CMൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിഞ്ഞാൽ ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടെങ്കിൽ എന്ത് അറിയോ, ഇത് കുറച്ചും കൂടെ കുറയും. ഇപ്പം എന്ത് സംഭവിച്ചാൽ CM അറിഞ്ഞാലും പ്രശ്നമില്ല, പിന്നെ അതിന് തൊട്ട് താഴെയുള്ള ആളാണെന്ന് പറഞ്ഞില്ല, DGP അറിഞ്ഞാലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ്. DGPക്കൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പവർ പോസ്റ്റാണ് അല്ലേ, ഒരു മുഖ്യമന്ത്രിൻ്റെ അടുത്തുള്ള പവർ പോസ്റ്റാണ്. കാരണം ആ ഒരു ഇപ്പോൾ കേരളത്തിലെ എല്ലാ സേനകളും നോക്കിയിട്ട് ഏറ്റവും തലപ്പത്തിൽ അദ്ദേഹത്തിന് നിലപാട് സ്വീകരിക്കാൻ പറ്റും. ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ ഉണ്ടാവില്ല എന്നൊരു സാധനം പറഞ്ഞാൽ അതെങ്കിലും കുറയും. അല്ലാതെ വെറുതെ അവിടെ കിടന്നിട്ട് നിരാഹാരമല്ലല്ലോ, സത്യാഗ്രഹം ഇരുന്നുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. ഈ സമ്മേളനം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അല്ലാതെ എത്ര പോലീസുകാർക്ക് എടുക്കും? ഇപ്പം ഞാനൊരു കാര്യം കൂടി, ഈ സുജിത്തിനെ തല്ലിയവരെ മാത്രം നടപടി സ്വീകരിച്ചാൽ കേരളത്തെ പ്രശ്നം തീർന്ന പോലീസിൻ്റെ? അതാണ് എൻ്റെ ചോദ്യം. അവർക്ക് മുഖം രക്ഷിക്കാൻ ആരെ മുഖം രക്ഷിക്കാൻ? പ്രതിപക്ഷം അല്ല. അപ്പം ഞാൻ പറയുന്നത് സുജിത്തിനെതിരെ നടപടി സ്വീകരിച്ചാൽ കേരളത്തിലെ പോലീസിൻ്റെ പ്രശ്നം തീരുമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു ജനപ്രതിനിധിയെങ്കിലും ഒരെണ്ണമെങ്കിലും കേരളത്തിലെ പോലീസിനെ നന്നാക്കാൻ വേണ്ടി സത്യാഗ്രഹം ഇരുന്നാൽ അതിന് പറയാം ഇത് ഇങ്ങനൊരു മാറ്റം ഈ സംസ്ഥാനത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമാണെന്ന് പറയാം. അല്ലാതെ നമ്മൾ ഈ കണ്ണിപ്പൊടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ അവിടെ പോയിരുന്നൊരു സത്യാഗ്രഹം ഇരുന്ന് ഈ കഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. Meet the editors.